അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസീസ് ഡ്രീംസ് കിച്ചൻ. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും കുടുംബവും സുഖമായിരിക്കുന്നു. അപ്പം നമുക്ക് ഇന്ന് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുലാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ബീഫ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളി പുലാവാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫൗസീസ് ഡ്രീംസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. ആ വലതുവശത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഞാനിവിടെ 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി തന്നെ കട്ട് ചെയ്തെടുക്കുക. നെയ്യും കുറച്ച് എല്ലും കൂടിയുള്ള ബീഫാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 15 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ഇഞ്ചിയും, ഒരു 10-12 പീസ് വെളുത്തുള്ളിയും, ഒരു പിടി പുതിനയിലയും ഒരു പിടി മല്ലിയിലയും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ബീഫിൻ്റെ വെള്ളമൊക്കെ പോയി നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് ഈ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1 കപ്പ് തൈര് കൂടി ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഈ മിക്സ് ചെയ്തെടുത്ത ബീഫ് നമുക്ക് 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കാവേ. ഇനി ഇതിനൊരു മസാലയ്ക്ക് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വലിയ ജീരകം നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിയും ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കാം. 8 ഏലക്കയും 8 ഗ്രാമ്പുവും 1 കഷ്ണം ജാതിപത്രിയും 1 കഷ്ണം പട്ടയും കൂടിയിട്ടിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാവേ. 1.5 കിലോ ബീഫിനുള്ള അളവാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് 1 കിലോ അരിയാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. വൈറ്റ് സെല്ല ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കഴുകി നമുക്ക് നന്നായിട്ടൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. 2 മണിക്കൂറോളം ഞാനിത് കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കുക്കറിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, 2 ബേ ലീഫ്, 1 കഷ്ണം ജാതിപത്രിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് 4 ഇടത്തരം സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ പൊടിച്ചെടുത്ത മസാല ഉണ്ടല്ലോ, അത് നമുക്ക് ബീഫിലേക്കിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. സവാള ഫ്രൈ ആകുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ടൈം ഉണ്ടല്ലോ, അതുവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണവേ. ഇനി ഇതിലേക്ക് നമുക്ക് പെരട്ടി വെച്ചിരിക്കുന്ന ബീഫ് മിക്സ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഒരു 3 പഴുത്ത തക്കാളി കൂടി ഈ ടൈം ഇട്ട് കൊടുക്കാൻ ശ്രമിക്കണം, ഞാനത് മറന്നു പോയതാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച കുരുമുളകും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. തക്കാളി ഞാൻ ലാസ്റ്റ് വഴറ്റി ചേർക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇനി നമുക്ക് ഈ ബീഫിൻ്റെ മിക്സ് ഒരു 3/4 വേവാവുന്നവരെയും വേവിച്ചെടുക്കാം. നമ്മുടെ ബീഫൊക്കെ 3/4 വേവായി വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് ഉപ്പൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അത് കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ ഗ്രേവി ഉൾപ്പെടെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന നിലയിൽ വേണം ഒഴിക്കാനായിട്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാവേ. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ വേവിക്കുന്ന സമയത്ത് 2 നാരങ്ങയുടെ നീര് കൂടി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചോറ് നല്ല സോഫ്റ്റായിട്ടും പ്രത്യേക ടേസ്റ്റായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ അതേ ഞാനിവിടെ നമ്മുടെ പുലാവൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പുലാവാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ സാലഡും പപ്പടവുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കാൻ മറന്നു പോരുത് കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള രൂപമാണ്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വിഭവങ്ങളുമായി കാണുന്നവർ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. മാസലാമ, ബായ്.